നമസ്കാരം. ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടി പുറത്താക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഒറ്റപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ഒറ്റപ്പെടാതാകും ഇങ്ങനെ ഒരു മണ്ടൻ അമേരിക്കൻ പ്രസിഡന്റ്? സ്വന്തം പാർട്ടിയെയും പാർട്ടിക്കാരെയും പോലും എന്തും വിളിച്ചു പറയാവുന്ന തരത്തിലേക്ക് ഒരു വൃദ്ധികെട്ട വിഡ്ഢിയായ ട്രംപിനെ പോലൊരു അമേരിക്കൻ പ്രസിഡന്റിനെ ചുമക്കേണ്ട ബാധ്യത ആ പാർട്ടിക്കുണ്ടോ? മുൻപില്ലാത്ത വിധം സ്വന്തം പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർക്കെതിരെ പരസ്യമായിട്ടുള്ള വിമർശനവുമായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത്. സത്യം പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാനം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കളെല്ലാവരും ഒന്നാവുകയും ട്രംപിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു ഇംപീച്ച്മെന്റിന് അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ അയാൾ തന്നെ, അതായത് ഡൊണാൾഡ് ട്രംപ് തന്നെ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാരെ പോലും വിമർശിക്കുകയും പുറത്താക്കുകയും ചെയ്യണമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എത്തണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം വിഡ്ഢിയായിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. വെനിസ്വേലയിലെ സൈനിക നടപടികൾക്കുള്ള പ്രസിഡന്റിന്റെ അധികാരം പരിമിതപ്പെടുത്തുന്ന വാർ പവേഴ്സ് റെസൊല്യൂഷനിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്ത 5 റിപ്പബ്ലിക്കൻ സെനറ്റർമാരെയാണ് ട്രംപ് ഇത്തരത്തിൽ വിമർശനത്തിന് വിധേയമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഇവരെ ഒന്നും ഇനി അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കരുത്, ഇലക്ഷനിൽ മത്സരിച്ചാൽ ഇവരെ ഒന്നും തിരഞ്ഞെടുക്കരുത് എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ തുറന്നടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ പോലും വിശ്വാസമില്ലാത്ത തരത്തിലേക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വളരുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയോട് എന്ത് കൂറാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളത് എന്നുള്ളതാണ്. വെനിസ്വേലയിലെ സൈനിക നടപടികൾക്കുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെ പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപതിയായി മുന്നോട്ട് പോകുവാൻ ട്രംപിനെ അനുവദിക്കരുത് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന ആ തീരുമാനത്തില് വാർ പവേഴ്സ് റെസൊല്യൂഷനിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്ത 5 റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കെതിരെ ട്രംപ് കൃത്യമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നു. കാരണം അവർ ട്രംപിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒന്നും ഇനി തിരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ അധികാരത്തിലേക്കോ തിരഞ്ഞെടുക്കരുത് എന്നുള്ള തരത്തിലേക്കുള്ള വർത്തമാനം പറയുകയും അവരെ കൃത്യമായിട്ട് വിമർശിക്കുകയും വലിയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഒരു പ്രസിഡന്റിന്, ഒരു പാർട്ടിയോട് കൂറുള്ള ഒരു രാജ്യത്തിന്റെ, ലോക രാജ്യങ്ങളുടെ നേതാവ് എന്ന് പറയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന് ഭൂഷണമാണോ? ചേർന്നതാണോ? സൂസൻ കോളിൻസ് മെയിൽ, ലിസ മാർക്കോവിസ്കി അലാസ്കയിൽ നിന്നുള്ളത്, ടാൻ പോൾ കെൻഡക്കിയിൽ നിന്നുള്ളത്, മാത്രമല്ല മിസോറിയിൽ നിന്നുള്ള ജോഷ് ഹാവ്ലി, ഇന്ത്യാനയിൽ നിന്നുള്ള ടോഡ് യാങ് എന്നീ സെനറ്റർമാർക്കെതിരെയാണ് ട്രംപ് വിമർശനങ്ങൾ ഉന്നയിച്ച് ആഞ്ഞടിച്ചിരിക്കുന്നത്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ പിടികൂടിയതിന് പിന്നാലെ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ അവിടെ തുടർന്നുള്ള സൈനിക നീക്കങ്ങൾ നടത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കുന്ന പ്രമേയത്തെയാണ് ഈ പറയുന്ന 5 പേരും പിന്തുണച്ചത് എന്നതാണ്. ഇത് അമേരിക്കയുടെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്ന വിഡ്ഢിത്തമാണ് എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. 2026 സെനറ്റ് തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നേരിടുന്ന സൂസൻ കോളിൻസിനെ ട്രംപ് തള്ളിക്കളഞ്ഞത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം ചർച്ചയായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ കോളിൻസിന്റെ എതിരാളിയും മെയിൻ ഗവർണറുമായിട്ടുള്ള ജാനറ്റ് മിൽസ് അടക്കം ഇതിനെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ എന്നെയാണോ പിന്തുണയ്ക്കുന്നത് എന്ന് കോളിൻസിനോട് ചോദിക്കുകയും ചെയ്തു. അതായത് സ്വന്തം പാർട്ടിക്കാരെ തള്ളിക്കളയും എതിർ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്ന തരത്തിലേക്ക് ട്രംപ് എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ട ഒരു വിഡ്ഢിയായ അമേരിക്കൻ പ്രസിഡന്റ് മാറുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ട്രംപിനുള്ള പൂർണ്ണാധിപത്യത്തിന് മങ്ങലേൽക്കുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഈ നീക്കത്തെ കാണുന്നത്. അപ്പോൾ അടുത്തിടെ ഇപ്പൊ ഇന്ത്യാനയിൽ നടന്ന സംസ്ഥാനതല വോട്ടെടുപ്പുകളിലൊക്കെ ട്രംപിന്റെ നിലപാടുകൾക്കെതിരെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ട്രംപിനായിട്ട് ഒരു പൂർണ്ണ ആധിപത്യം ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാർട്ടിക്കാർക്കെതിരെ അനവസരത്തിലെടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, പരിപൂർണമായിട്ടുള്ള വിമർശനങ്ങൾ, പരാമർശങ്ങൾ, അതൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ആ പാർട്ടിക്കുള്ളിൽ. അതുകൊണ്ട് തന്നെ ട്രംപിനോടുള്ള ഒരു മതിപ്പ് ഇല്ലാതാവുകയാണ് അയാളുടെ തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പ് ഏത് വിധേനയും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പ്രതികൂലമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ട്രംപിനെ പോലുള്ള ഒരു നേതാവിനെ വെച്ച് മുന്നോട്ട് പോകുക എന്ന് പറയപ്പെടുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി രാഷ്ട്രീയപരമായി കുറച്ചുകൂടി മുന്നേറ്റം നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പൂർണ്ണ ഏകാധിപത്യ സംവിധാനത്തിലേക്ക് ട്രംപ് പോകുന്നതും ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ലോകമാസകലം പരിപൂർണ പരിഹാസത്തിലേക്ക് മാറുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായിട്ടും വിയോജിപ്പുള്ള ഒരു വലിയ ഭൂരിപക്ഷം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്.
അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കാർ ഈ ട്രംപ് എന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കുവാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കിയാലും നമുക്കതിൽ അതിശയിക്കാനില്ല, അല്ലെങ്കിൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇനിയൊരു മത്സരം എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഭരണഘടനയിൽ ചില ഭേദഗതികളൊക്കെ വരുത്തണമെന്നുള്ള ആവശ്യം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കുവാൻ സെനറ്റ് തയ്യാറാകുന്നില്ല, മാത്രമല്ല റിപ്പബ്ലിക്കൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ട്രംപിന് ഇനി തിരിച്ചു വരിക, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരിക, വീണ്ടും ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഉള്ള കാലം, ഇനി ഭരിക്കുന്ന കാലം പൂർണ്ണമായിട്ടും അമേരിക്കയെ മാത്രമല്ല ലോകരാജ്യങ്ങളെ അടക്കം ഏത് വിധേനയും തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന യാത്രയാണ് ഇത് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ട്രംപിനെ തള്ളുകയും ഒപ്പം തന്നെ പുതിയ ഒരു രീതിയിലേക്ക്, പുതിയ ഒരു നേതാവിലേക്ക് അവർ എത്തുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്കെതിരെ നടത്തുന്ന ട്രംപിന്റെ ഈ വിമർശനങ്ങൾ ട്രംപിന് തന്നെ പണിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ട്രംപ് പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ട്രംപിനെ താമസിയാതെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും.